നമസ്കാരം. വിജ്ഞാനവും വിനോദവും വിസ്മയവും ഒന്നിച്ച് അണിനിരക്കുന്ന അറിവിൻ്റെ വിസ്മയച്ചെപ്പുമായി ഐക്യു മാസ്റ്ററിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ മനോഹരമായ എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞത് പരിപാടി തുടങ്ങുന്നതിന് മുമ്പാണ് പറഞ്ഞത്. പക്ഷേ ഈ പരിപാടിയെ മനോഹരമാക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളാണ്, അല്ലേ? എങ്ങനെ മനോഹരമാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഉത്തരം പറയുമ്പോഴാണ് ഈ എപ്പിസോഡ് മനോഹരമാവുന്നത്. കാരണം ഇവിടെ ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രൂസ് ഒരുപാട് പേരുണ്ട്, പ്രൊഡ്യൂസറുണ്ട്, അതുപോലെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പരിപാടിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളാണ്, നിങ്ങൾ കുട്ടികളാണ്. നിങ്ങളുടെ അറിവ് എത്രമാത്രം ഉണ്ട് എന്നറിയാനാണ് പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. അതുകൊണ്ട് മനോഹരം ആവണം എന്നുണ്ടെങ്കിൽ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറയണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിനെ ശാന്തമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. റിലാക്സ് ചെയ്യുക, സിമ്പിളായിട്ടിരിക്കുക, മറ്റെല്ലാം മറക്കുക. ചോദ്യം ചോദിക്കുന്ന സമയത്ത് ചോദ്യം ഉത്തരം അത് മാത്രമേ ഉണ്ടാവൂ. ഞാൻ ഇത് പറയാൻ കാരണം, പണ്ട് ഒരു ചെറിയ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ നവരത്നങ്ങളെപ്പോലെ 9 സംഗീതജ്ഞരുണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു താൻസൻ, അല്ലേ? ഒരു ദിവസം അക്ബർ ചക്രവർത്തി ഈ 9 പേരെയും വിളിച്ചു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, പ്രധാനമായിട്ട് താൻസനെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, എനിക്ക് നിങ്ങളെല്ലാവരും 9 പേരും കൂടി ചേർന്ന് മനോഹരമായൊരു സംഗീതം സൃഷ്ടിച്ചു തരണം. ഏറ്റവും മനോഹരമായ സംഗീതം സൃഷ്ടിക്കുന്ന ആൾക്ക് ഞാൻ 1000 പൊൻപണം തരാം. അതിലപ്പുറം ആരാണോ ഏറ്റവും മനോഹരമായ സംഗീതം സൃഷ്ടിക്കുന്നത് അയാളെ ആസ്ഥാന ഗായകനായി രാജ്യം മുഴുവൻ പ്രഖ്യാപിക്കും. ഇത് പറഞ്ഞപ്പോൾ താൻസൻ പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. രാജാവ് ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് താൻസൻ പറ്റില്ല എന്നൊരു കാര്യം പറയുന്നത്. അതെന്തുകൊണ്ട് എന്ന് അക്ബർ ചക്രവർത്തി ചോദിച്ചപ്പോൾ താൻസൻ പറഞ്ഞു, അങ്ങൊരൊറ്റ കാര്യം ചെയ്യാം. എൻ്റെ ഗുരുനാഥൻ ഹരിദാസൻ തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരു കൊച്ചു കുടിലിൽ താമസിക്കുന്നു. അദ്ദേഹം തനിച്ചാണ് അവിടെ താമസിക്കുന്നത്. അദ്ദേഹം വലിയൊരു സംഗീതജ്ഞനാണ്. എൻ്റെ കൂടെ അങ്ങ് ഒരു ദിവസം വരണം. വന്നു കഴിഞ്ഞ ശേഷം പുലർച്ചയ്ക്ക് 3 മണിക്ക് കൃത്യമായി അദ്ദേഹം സംഗീതം ആലപിക്കുവാൻ തുടങ്ങി. ആ സംഗീതം എന്താണ് എന്ന് അങ്ങൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. അക്ബറിന് താല്പര്യമായി. അക്ബർ എന്ത് ചെയ്തു? താൻസൻ്റെ കൂടെ ഒരു ദിവസം പുലർച്ചയ്ക്ക് 3 മണിക്ക്, നല്ല നിലാവുള്ള രാത്രിയാണ്, അദ്ദേഹത്തോടൊപ്പം അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് താൻസൻ പോകുന്ന സമയത്ത് തൻ്റെ തമ്പുരു കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ആ തമ്പുരു വെറുതെ നിലത്ത് വെച്ചു. 2 പേരും അവിടെ കാത്തിരിക്കുന്ന സമയത്ത് ആ കൊച്ചു കുടിലിൻ്റെ അകത്ത് നിന്നും മനോഹരമായ സംഗീതം ഒഴുകി വരുന്നുണ്ടായിരുന്നു. തമ്പുരു വായിക്കുന്നതിൻ്റെ മനോഹരമായ സംഗീതം. ആ സംഗീതം കേട്ട് അക്ബർ ഞെട്ടിപ്പോയി. ഇത്രമാത്രം മനോഹരമായ സംഗീതം ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. സംഗീതം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയ സമയത്ത് നിലത്തിരിക്കുന്ന തമ്പുരു താനേ ശ്രുതി മീട്ടാൻ തുടങ്ങി. അതാണ് തമ്പുരു താനേ ശ്രുതി മീട്ടി എന്നൊരു പാട്ട് കേട്ടില്ലേ നിങ്ങൾ? മനോഹരമായി ആ തമ്പുരു താനേ ശ്രുതി മീട്ടാൻ തുടങ്ങി. കാരണം 2 സംഗീതം ലയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് കേട്ട സമയത്ത് അക്ബർ ചക്രവർത്തി പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. അതുവരെ കരയാത്ത അക്ബർ ചക്രവർത്തി കരഞ്ഞു എന്നുള്ളതും താൻസൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് താൻസനോട് പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ഇന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം എപ്പോഴാണ് പാരിതോഷികം ഒരാൾ പ്രതീക്ഷിക്കുന്നത്, എപ്പോഴാണ് അദ്ദേഹത്തെ ഒരു ഉയർന്ന പദവിയിലേക്ക് ഉയർത്താം എന്ന് പറയുന്നത്, ആ സമയത്ത് മനോഹരമായതൊന്നും സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത്, ഈ സമയത്ത് നിങ്ങൾ സ്കോർ ബോർഡിനെ പറ്റി ചിന്തിക്കരുത്. മറ്റൊരു ഗ്രൂപ്പിന് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം ചിന്തിക്കരുത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടണം എന്നുള്ള കാര്യം നിങ്ങൾ ആഗ്രഹിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് സ്വതന്ത്രമായി നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. അത് കൃത്യമായിട്ട് ഉത്തരം പറയുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഹരിദാസൻ സംഗീതം സൃഷ്ടിച്ചതുപോലെ, താൻസൻ പറഞ്ഞതുപോലെ മനോഹരമായ ഉത്തരം നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് ഇന്നത്തെ മനോഹരമാവട്ടെ. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നന്നായിട്ട് കൈയടിച്ച് തുടങ്ങാം. ഗ്രേറ്റ്. നമ്മുടെ ഐക്യു മാസ്റ്ററിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓരോ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഓരോ എപ്പിസോഡിൽ ഓരോ വിഷയങ്ങളായിരുന്നു, അല്ലേ? ആദ്യം നമ്മൾ കേരള ചരിത്രത്തിൽ തുടങ്ങി, അതിനുശേഷം ഭാരതത്തിൻ്റെ വിരിമാറിലേക്ക് നമ്മൾ നടന്നു കയറി, അതിനുശേഷം ലോക ചരിത്രത്തിലേക്ക് നമ്മൾ കയറിപ്പോയി. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും ഐക്യു മാസ്റ്ററിൻ്റെ പ്രത്യേകതയും ഇതാണ്. ഓരോ ദിവസവും ഓരോ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികൾക്ക്, അതുപോലെ ഇത് കണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഗ്രാഹ്യം ഉണ്ടാക്കാനാണ് ഈ പരിപാടി ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് ആദ്യമായിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്, ഇന്നത്തെ വിഷയം എന്താണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? Can you guess? Yes. Solar system and your? അറിഞ്ഞൂടാ, എന്നാലും യൂണിവേഴ്സ് ആയിരിക്കും. യൂണിവേഴ്സ്. ഓക്കെ. Science. Literature and your answer? Entertainment. Arts. Movie. Okay. സാഹിത്യം. ഓക്കെ. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ പറഞ്ഞതൊന്നുമല്ല ഇന്നത്തെ വിഷയം. ഇന്നത്തെ വിഷയം എന്താണ് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടുപിടിക്കാനായി ഞാൻ ആദ്യം ഒരു ചെറിയ മാജിക് കാണിക്കാം.
ആ മാജിക് കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കറിയും എന്താണ് ഇന്നത്തെ വിഷയം എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഫോർ ദാറ്റ് ഓക്കെ, ഈ മാജിക് കാണിക്കാൻ വേണ്ടി നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു വലിയ റൈറ്റിംഗ് ബോർഡാണ് അല്ലേ, ഒരു വലിയ റൈറ്റിംഗ് ബോർഡ്. ആൻഡ് ഇറ്റ്സ് എ റൈറ്റിംഗ് ബോർഡ് ഓവർ ഹിയർ. ഈ റൈറ്റിംഗ് ബോർഡിൽ ഞാനൊരു ചിത്രം വരയ്ക്കാൻ പോകുന്നു. ആൻഡ് വാച്ച് ഹിയർ. നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നത് കൊണ്ട് വട്ടം നല്ല കൃത്യമാണ് അല്ലേ. ഓക്കെ, ഇനി ഐ എം റൈറ്റിംഗ് സംതിങ് ഓവർ ഹിയർ. ഓക്കെ, ഇത് ഫുട്ബോളാണോ? അല്ല, നമുക്ക് ഫുട്ബോളിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാം. ആഹാ, ഇത്രയും മനോഹരമായിട്ട് ഞാൻ വരയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എനിവേ, സോ ദി മാജിക് ഈസ് ദാറ്റ്. വാച്ച് ഹിയർ. ദി ഫുട്ബോൾ. 1, 2 and so naturally you have a doubt what's inside, and that is football. അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്നത്തെ വിഷയം എന്താണ്? സ്പോർട്സ്. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. സ്പോർട്സ് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വിഷയമാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മണിയായിട്ട് ഉത്തരം പറയും എന്ന് അറിയാം. പക്ഷേ ഇന്നത്തെ ചോദ്യങ്ങൾ കിടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചില നിബന്ധനകൾ പറയുകയാണ്. ഇന്ന് മൊത്തം 32 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. ഒരു ടീമിന് 4 ചോദ്യങ്ങളുണ്ടാവും. ദാറ്റ് മീൻസ് എ ടീമിന് 4 ചോദ്യം, ബി ടീമിന് 4 ചോദ്യം, ഇങ്ങനെ ഓരോ ടീമിനും 4 ചോദ്യങ്ങളുണ്ടാവും. ചോദ്യങ്ങൾ 2 ഭാഷയിൽ ചോദിക്കും, ഇംഗ്ലീഷിൽ ചോദിക്കും, മലയാളത്തിൽ ചോദിക്കും. അതിനുശേഷം ചെറിയൊരു ടൈം സ്പാൻ ഉണ്ടാവും. ആ ടൈം സ്പാനിനുള്ളിൽ നിങ്ങൾ ആൻസർ പറഞ്ഞിരിക്കണം. എന്തെങ്കിലും കാരണവശാൽ അതിനുള്ളിൽ ടൈം സ്പാനിനുള്ളിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. കൃത്യമായിട്ട് പറയുന്ന പക്ഷം നിങ്ങൾക്ക് കിട്ടുന്നത് 10 മാർക്കാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ടീമിലേക്ക് നിങ്ങൾക്ക് പാസ് ചെയ്യാം. പക്ഷേ പാസ് ചെയ്ത് ആര് പറഞ്ഞു കഴിഞ്ഞാലും മാർക്കില്ല. ഗോട്ട് ഇറ്റ്? ക്ലിയർ? അതായത് ഒരു ടീമിന് 4 ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ 8 ടീമിന് 32 ചോദ്യങ്ങൾ. സ്പോർട്സ് ആണ്. റെഡിയാണോ? അപ്പോൾ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് റെഡി ആയിരുന്നോ? നമ്മളിനി ചോദ്യത്തിലേക്ക് കിടക്കുന്നു. പക്ഷേ ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കടമ കൂടിയുണ്ട് നമുക്ക്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ ടോട്ടൽ നേടിയിട്ടുള്ള സ്കോർ എത്രയാണ് എന്നറിയാൻ സ്കോർ ബോർഡിലേക്ക് നമുക്കൊന്ന് കടന്നു പോകേണ്ടതുണ്ട്. ഓക്കെ, വാച്ച് ഹിയർ. ടീം എ 90 മാർക്സ്, ടീം ബി 50 മാർക്സ്, ടീം സി 50 മാർക്സ്, ടീം ഡി 20 മാർക്സ്, ടീം ഇ 90 മാർക്സ്, ടീം എഫ് 50 മാർക്സ്, ടീം ജി 20 മാർക്സ്, ടീം എച്ച് 20 മാർക്സ്. വലിയ വ്യത്യാസമൊന്നുമില്ല, നേരിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അല്ലേ. ഇനിയും എപ്പിസോഡുകൾ മുന്നിലേക്ക് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് മുന്നേറാം. ഓക്കെ, അപ്പോൾ ഇനി സ്കോർ ബോർഡൊക്കെ മറന്നേക്ക്, എല്ലാം മറന്നേക്ക്. ഇനി വളരെ കൂളായിട്ട് നമ്മൾ മുന്നിലേക്ക് പോകുന്നു. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം ഞാൻ ടീം എക്കാണ് തരുന്നത്. ടീം എക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ഹു ബ്രോക്ക് ദി സച്ചിൻ കാംബ്ലി റെക്കോർഡ് ഫോർ ഹയസ്റ്റ് പാർട്ട്ണർഷിപ്പ്? ചോദ്യം നമ്മൾ ആവർത്തിക്കുന്നു. സച്ചിൻ കാംബ്ലി ഏറ്റവും അധികം റൺ കൂട്ടുകെട്ടിന്റെ റെക്കോർഡ് തകർത്തത് ആരാണ്? സോ ടീം എക്കുള്ള ചാൻസ് ആണ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. പറയുന്നില്ല, ബുദ്ധിപരമായ നീക്കം. -10 പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ? അറിയില്ല, വ്യക്തമായ ബോധം ഇല്ല എന്നുള്ളതിൻ്റെ പേരിലാണ്. ഓക്കെ, അത് പാസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, പക്ഷെ മാർക്കൊന്നുമില്ല. ഓക്കെ, ആൻഡ് ഇനി അത് ഇല്ല. ഓക്കെ, സച്ചിൻ കാംബ്ലി നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അവരുടെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തതാണ്. റെക്കോർഡ് ഉണ്ടായിരുന്നു. പക്ഷേ ആ റെക്കോർഡ് തകർത്ത 2 പേര്, ഒരു കൂട്ടുകെട്ടുണ്ട്. ആ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് മനോജ് ആൻഡ് മുഹമ്മദ് ആണ്. നിങ്ങളെക്കാൾ കൂടുതൽ അധികം പ്രായമൊന്നുമില്ല, പക്ഷേ അവരാണ് അതിൻ്റെ റെക്കോർഡ് തകർത്ത്. മനോജ് ആൻഡ് മുഹമ്മദിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു വലിയ സംഭവമാണ്. സച്ചിൻ്റെയും കാംബ്ലിയുടെയും കൂട്ടുകെട്ടിൻ്റെ റെക്കോർഡ് തകർക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ് അല്ലേ? കാംബ്ലിയെ നിങ്ങൾക്കറിയാമോ? കാംബ്ലിയെ അറിയാം. പക്ഷേ സച്ചിനേക്കാൾ കേൾക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. സച്ചിനേക്കാൾ മികച്ചൊരു കളിക്കാരനായിരുന്നു കാംബ്ലി. പക്ഷേ
എന്തുകൊണ്ട് സച്ചിൻ അത്രമാത്രം നമുക്ക് പ്രിയപ്പെട്ടവനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി ക്വാളിറ്റി, അല്ലേ, ദി ആറ്റിറ്റ്യൂഡ്, അതാണ് അദ്ദേഹത്തിൻ്റെ മനോഭാവമാണ് ഒരാളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും. അതുകൊണ്ട് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ എത്രമാത്രം ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാലും കീപ്പ് യുവർ ആറ്റിറ്റ്യൂഡ് പെർഫെക്റ്റ്. അത് മനോഹരമായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടീം എക്കുള്ള ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളത് ഇതാണ്. സോ വാട്ട് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓവർ ഹിയർ പ്ലീസ്. ദി ബാറ്റ്സ്മാൻ ഹൂസ് ആവറേജ് വാസ് നിയർ 100. ചോദ്യം ആവർത്തിക്കുന്നു. ഏത് ബാറ്റ്സ്മാൻ്റെ ശരാശരി 100 റൺസിന് അടുത്താണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ഏത് ബാറ്റ്സ്മാൻ്റെ ശരാശരിയാണ് 100 റൺസിന് അടുത്തായത് എന്നുള്ളതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. നിങ്ങളുടെ ചാൻസ് കഴിഞ്ഞു. നിങ്ങൾക്ക് പറയാനില്ല. ആർക്കെങ്കിലും പറയാനുണ്ടോ? ഡൊണാൾഡ് ബ്രാഡ്മാൻ. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഡൊണാൾഡ് ബ്രാഡ്മാൻ ആണ് ബാറ്റ്സ്മാൻ്റെ ശരാശരിയാണ് 100 റൺസിന് അടുത്തായത്. അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന് ശരാശരി 100 അടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 റൺസ് കൂടി കിട്ടുമായിരുന്നെങ്കിൽ അത് 100 ആവുമായിരുന്നു, അതൊരു ചരിത്രമാവുമായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം, എന്താ പറയുക, വിധി വൈപരീത്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഏറ്റവും അവസാനം എന്തായി? ഡക്കായി. അതിൻ്റെ പേരിൽ തന്നെ കിട്ടാതെ ആ ഒരു അവസ്ഥയുണ്ടായി. തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവും, അല്ലേ? നമ്മൾ ഉയരങ്ങളിലേക്ക് കയറി പോകുന്ന സമയത്തും കുതിച്ചിരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ ഫോർ ടീം എ ഇസ് ഹിയർ. ടൈഗർ വുഡ്സ് ഈസ് ഫ്രം വിച്ച് സ്പോർട്സ്? ചോദ്യം ആവർത്തിക്കുന്നു. ടൈഗർ വുഡ്സ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട ആളാണ്? അതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. Golf. Yeah, your answer is golf. അല്ലേ? ഇതിൻ്റെ ഒരു രീതി അറിയാമല്ലോ, അല്ലേ? രീതി ഞാൻ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അഥവാ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത് -10 ആണ്. -10ലേക്കാണ് നമ്മൾ പോകുന്നത്. ഉത്തരം ശരിയാണെങ്കിൽ കിട്ടുന്നത് 10 മാർക്കാണ്. സോ യു സെഡ് ദി ആൻസർ ഈസ് ഗോൾഫ് ആൻഡ് ദ റിസൾട്ട് ഈസ്, അത് ഞാനല്ല പറയുന്നത് ആൻസർ ക്യൂബാണ്. സോ വാച്ച് ഇറ്റ്. യെസ്, ഹാപ്പിയാണോ? കാരണം ആദ്യം 2 നഷ്ടപ്പെട്ടതാണ്, കുഴപ്പമില്ല അല്ലേ? പക്ഷെ -10 ആയില്ലല്ലോ, അതൊരു വലിയ കാര്യം. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടിയാണ് നിങ്ങൾക്ക് അവശേഷിക്കുന്നത്. കോട്ടൺ ഹിൽ സ്കൂൾ GGHSSന് ഒരു ചോദ്യം കൂടിയാണ് അവശേഷിക്കുന്നത് ടീം എക്ക്. 4ാമത്തെ ചോദ്യം കേൾക്കാൻ തയ്യാറായിക്കോളൂ. ചോദ്യം ഇതാണ്, പ്ലീസ് വാച്ച്. മാജിക് ജോൺസൺ ഈസ് എ വെരി ഫേമസ് പ്ലെയർ ഓഫ്. ചോദ്യം ആവർത്തിക്കുന്നു. മാജിക് ജോൺസൺ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട ആളാണ്? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. മാജിക് ജോൺസൺ അറിഞ്ഞൂടെ? അറിഞ്ഞൂടെ? പറ. ബാസ്കറ്റ്ബോൾ. ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ, ബാസ്കറ്റ്ബോൾ. ഓക്കെ, 4 ചോദ്യങ്ങളാണ് ചോദിച്ചത് ആൻഡ് യു ഗോട്ട് 10 മാർക്സ്. ടീം എ കിട്ടിയിട്ടുള്ളത് 10 മാർക്കാണ്. 3 ചോദ്യങ്ങളുടെ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തി. പക്ഷേ നിങ്ങൾ ബുദ്ധിപരമായ നീക്കം തീരുമാനിച്ചത് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞില്ല എന്നുള്ളതിൽ മൈനസ് മാർക്കിലേക്ക് പോയിട്ടില്ല. നിങ്ങൾക്ക് 10 മാർക്ക് നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിവേ, ആ 10 മാർക്കിന് ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. ടീം എയുടെ അവസരം കഴിഞ്ഞു. ഇനി ടീം ബിക്കുള്ളതാണ് ചാൻസ്. ടീം ബി, യു ആർ റെഡി? ഓക്കെ, ഓർമ്മയുണ്ടല്ലോ കാര്യങ്ങളല്ലേ? ചോദ്യം ചോദിച്ചു കഴിഞ്ഞ ശേഷം അതിൻ്റെ മലയാളത്തിൽ ആവർത്തിക്കും. ആ സമയത്ത് തന്നെ നിങ്ങളുടെ സമയം ആരംഭിക്കും. 10 സെക്കൻഡാണ് സമയം. ആ 10 സെക്കൻഡിനുള്ളിൽ കൃത്യമായിട്ട് ഉത്തരം പറയണം. പറഞ്ഞു കഴിഞ്ഞ് കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10 മാർക്കാണ്. ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ -10 മാർക്കാണ് കിട്ടുന്നത്. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനില്ല. ഇതാണ് സംഭവിക്കുന്നത്. സോ യു ആർ റെഡി ഫോർ ദാറ്റ്? യെസ്. സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ.
ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് തുടങ്ങാം. അഞ്ചാമത്തെ ചോദ്യം. ബോൾ ഓഫ് ദി സെഞ്ചുറി ഇൻ ക്രിക്കറ്റ് വാസ് ബൈ എ ലെഗ് സ്പിന്നർ. ഹി ഈസ്. ബോൾ ഓഫ് ദി സെഞ്ചുറി ഏത് ലെഗ് സ്പിന്നറിൽ നിന്നാണ്? ഇതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ഷെയ്ൻ വോൺ. ഷെയ്ൻ വോൺ. ഞാൻ കേട്ടു മോനെ. 8 സെക്കൻഡ് ആയപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഷെയ്ൻ വോൺ. ഓക്കെ, പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കണം. അവിടെയാണ് 10 മാർക്ക് കൂടുതലാണോ കുറവാണോ എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്. ഓക്കെ, അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, നേരെ മറിച്ച് ആൻസർ ക്യൂബാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, വാച്ച്. യെസ്. ഓക്കെ, ഷെയ്ൻ വോൺ എന്ന് പറഞ്ഞു, ഒരു തവണ പറഞ്ഞു, അതിനുശേഷം കേട്ടില്ലേ എന്ന് വിചാരിച്ച് രണ്ടാമതും വിളിച്ചു പറഞ്ഞു, മൂന്നാമതും വിളിച്ചു പറഞ്ഞു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആൻസർ ക്യൂബ് എന്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, കാരണം ഐ ആം കോൺഫിഡൻറ്റ് എന്നുള്ളതായിരുന്നു മുഖത്ത് ഭാവം. ഇതാണ് വേണ്ടത്. ഇതിനാണ് ഒരു സ്പെഷ്യൽ കയ്യടി നിങ്ങളെല്ലാവരും കൊടുക്കുന്നത്. ആ ഒരു കോൺഫിഡൻസ്, നമ്മളൊരു ഉത്തരം പറയുന്ന സമയത്ത് ആ ഉത്തരം കൃത്യമാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് മനോഹരമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. ചോദ്യം ഇതാണ്. Watch here on screen. Monica Seles is associated with which sports? ചോദ്യം ആവർത്തിക്കുന്നു. മോണിക്ക സെലസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ഉത്തരം പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അത്ര കോൺഫിഡൻസ് ഇല്ല എന്നർത്ഥം അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പാസ് ചെയ്തിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം. സ്ക്വാഷ്. സ്ക്വാഷ്. നോ. ഇനി വേണം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. -10 ഒന്നും ആവില്ല. പറഞ്ഞോ. ജിംനാസ്റ്റിക്. നോ. റഗ്ബി. സ്വിമ്മിംഗ്. നോ. ടെന്നീസ്. ടെന്നീസ്. ദാറ്റ് ഈസ് എ റൈറ്റ് ആൻസർ. ടെന്നീസ്. സമയം കളയുന്നില്ല, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. സോ ടീം ബി റെഡി. ബി റെഡി. Be ready and the question is here, please. Next Football World Cup will be held in. ചോദ്യം ആവർത്തിക്കുന്നു. അടുത്ത ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന രാജ്യം ഏതാണ്? And your time starts here. റഷ്യ. റഷ്യ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് അല്ലേ? റഷ്യ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കണം അല്ലേ, കൃത്യമാണോ എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആൻസർ ക്യൂബിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. കണ്ണടച്ച് മുഴുവൻ ശക്തിയിൽ സംഭരിച്ച് ഏതാനും നിമിഷത്തേക്ക് തയ്യാറായി നിൽക്കാം. ആൻഡ് ഇറ്റ്സ് ഹിയർ. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അടുത്ത ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന രാജ്യം റഷ്യയാണ് അല്ലേ? ഓക്കെ, ദാറ്റ്സ് നൈസ് ആൻസർ. ആൻഡ് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ സമയം കളയാതെ കടന്നു പോകുന്നു. അടുത്ത ചോദ്യം ഇതാണ്. നിങ്ങൾക്കുള്ള അവസാനത്തെ ചോദ്യമാണ് ഇത്. ബി ടീമിനുള്ള അവസാനത്തെ ചോദ്യമാണ്. ദി ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. വേർ ഈസ് നെക്സ്റ്റ് ഒളിമ്പിക്സ് ഹാപ്പനിങ്? ചോദ്യം ഇതാണ്. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്ന നഗരം ഏത്? ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. റയോ ഡി ജനീറോ. ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഒന്നുകൂടി ആവർത്തിക്കാമോ? റയോ ഡി ജനീറോ. ഓക്കെ, അടുത്ത ഒളിമ്പിക്സ് ആണ് ഞാൻ ചോദിച്ചത് കേട്ടോ. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്ന നഗരമാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് പോവാം അല്ലേ? നോക്കാം.
ദാറ്റ്സ് റൈറ്റ് ആൻസർ. നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത ഒളിമ്പിക്സ് നടക്കുമ്പോഴേക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ എല്ലാ രാജ്യങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളും മത്സരിക്കുവാൻ വേണ്ടിയിട്ടുള്ള മാനസികമായും ശാരീരികമായും ഫിസിക്കലായും എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? എന്താണ്? ഇന്ത്യ ഏറ്റവും അവസാനമാണ് ഇതിനൊക്കെ തയ്യാറാവുന്നത്. ഒളിമ്പിക്സ് എന്നാണ് നടക്കുന്നത്, അതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ഡൽഹിയിൽ നടന്ന സമയത്ത് പോലും നമ്മളത് ഒരു എന്താ പറയുക, ഒരു ബ്രിഡ്ജ് കെട്ടാൻ വേണ്ടിയിട്ട് പോലും നമ്മൾ സമയമെടുത്ത കാര്യം നമുക്കറിയാം. അതെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഭാരതത്തിൽ. പക്ഷേ ജപ്പാനിൽ ഇപ്പോൾ തയ്യാറായിരിക്കുന്ന കാര്യം 2050 നടക്കാൻ പോകുന്ന മാച്ചിനകത്ത് ജയിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞോളൂ. ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അത്രമാത്രമാണ് ഒരു രാജ്യങ്ങളുടെ മുൻകൂട്ടിയുള്ള പ്ലാനിങ് എന്ന് പറയുന്നത്. നമുക്കെപ്പോഴും ഇല്ലാത്ത പ്ലാനിങ് എന്ന് പറയുന്നത്, നമുക്ക് അത്ര ഒരു പ്ലാനിങ് ഇല്ല. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ദോഷം അതാണ്. എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ ഏറ്റവും അവസാന നിമിഷങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നറിയില്ല. നമുക്ക് ഇത്രമാത്രം ജനപ്പെരുപ്പമുണ്ട്, ഇത്രമാത്രം കഴിവുള്ള ആളുകളുണ്ട്. ഇന്ത്യയിലെ പോലെ അത്രമാത്രം കഴിവുള്ള ആളുകൾ ഒരുപക്ഷെ മറ്റു രാജ്യത്തുണ്ടാവില്ല. പക്ഷേ മുൻകൂട്ടി പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട്. ഈയിടെ ഞാൻ അയർലൻഡിൽ പോയ സമയത്ത് അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം, ഒരു വലിയ ഹോസ്പിറ്റൽ, ഇറ്റ്സ് എ ബിഗ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം ചികിത്സ നടത്തുന്ന ഹോസ്പിറ്റലാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചികിത്സിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി മാത്രം ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിരിക്കുന്നു. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ ചികിത്സിക്കാൻ വേണ്ടി, അവർക്ക് ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിരിക്കുന്നു. അതൊക്കെ ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യം അത്രമാത്രം പുരോഗമിച്ച് കാര്യങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി ഞാൻ ചോദ്യങ്ങൾ കടന്നു വരുന്നത് ടീം സിയിലേക്കാണ്. ടീം സി റെഡിയാണോ? റെഡിയാണ്. നിങ്ങൾക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ 4 ചോദ്യങ്ങളാണുള്ളത്. ആ ചോദ്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക. അതിനുശേഷം പറഞ്ഞതുപോലെ തന്നെ ടൈമുണ്ട്, ടൈം ലിമിറ്റുണ്ട്. 10 സെക്കൻഡ്. ആ 10 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക. റെഡി? ഓക്കെ. സോ യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ ഓൺ സ്ക്രീൻ. പ്ലീസ് വാച്ച്. ചോദ്യം ഇതാണ്: ഹയസ്റ്റ് സ്കോർ ഇൻ എ വൺ ഡേ ഇന്റർനാഷണൽ. വീണ്ടും ചോദിക്കുന്നു, ഏകദിനത്തിൽ ഏറ്റവും വലിയ സ്കോറിന് ഉടമ ആരാണ്? ഇതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. Rohit Sharma. Rohit Sharma. രോഹിത് ശർമ്മ. ദാറ്റ് ഇസ് യുവർ ആൻസർ അല്ലേ? രോഹിത് ശർമ്മ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ടൈം തുടങ്ങിയ സമയത്ത് തന്നെ 8 സെക്കൻഡ് 7 സെക്കൻഡ് ആയ സമയത്ത് തന്നെ ആലോചിക്കാതെ വളരെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ആലോചിക്കാതെ ഉത്തരം പറയുന്ന സമയത്തുണ്ടാകുന്നൊരു അപകടം എന്ന് പറയുന്നത്, കൃത്യമായിട്ട് ഉത്തരം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പറ്റും, അല്ലേ? കൃത്യമാണെങ്കിൽ ഒരു പേടിക്കാനൊന്നുമില്ല തന്നെ. പക്ഷേ അത് നമുക്ക് തീരുമാനിക്കാൻ ഇനിയും ചെറിയ സമയത്തിൻ്റെ ഗ്യാപ്പുണ്ട്. ആ കാര്യം തീരുമാനിക്കുന്നത് നമ്മുടെ ആൻസർ ക്യൂബാണ്. ആൻഡ് വി ഗോ ഫോർ ദാറ്റ്. Perfectly all right. രോഹിത് ശർമ്മയാണ് തീർച്ചയായിട്ടും. വണ്ടർഫുൾ ആൻസർ ആൻഡ് കൺഗ്രാജുലേഷൻസ് ടു യു. ഓക്കെ, നൈസ്. ഇനി രണ്ടാമത്തെ ചോദ്യം. റെഡി ഫോർ ദാറ്റ്? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പ്ലീസ് വാച്ച് ഓൺ സ്ക്രീൻ. ഹൂ വൺ ദി ഫസ്റ്റ് വേൾഡ് കപ്പ് ഇൻ ഫുട്ബോൾ? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ. ഫുട്ബോളിൽ ആദ്യ വേൾഡ് കപ്പ് നേടുന്ന രാജ്യം ഏതാണ്? And your time starts here. Uruguay. ആൻസർ ആവർത്തിക്കാമോ? Uruguay. ഉറുഗ്വേ എന്ന് പറയൂ അല്ലേ? യുറുഗ്വേ, അതാണോ എൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ? ഓക്കെ, ഓൾറൈറ്റ്. നോക്കാം, സമയം കളയണ്ട അല്ലേ? പ്ലീസ്. യെസ്, ദാറ്റ് ഈസ് ദി പെർഫെക്റ്റ് ആൻസർ. എനിക്ക് തോന്നുന്നു സ്പോർട്സിൽ ഇത്തിരി മുന്നിലാണ് നിങ്ങളെന്ന് തോന്നുന്നു അല്ലേ? സ്പോർട്സ് ഇത്രമാത്രം ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഹൃദയത്തോട് ചേർത്ത് വെച്ചത് സ്പോർട്സ് ആണോ? അതെ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഒന്നുകിൽ സ്പോർട്സ് രംഗത്തോ അല്ലെങ്കിൽ കലാരംഗത്തോ നമ്മൾ പ്രവർത്തിക്കണം. കുട്ടികളാവുന്ന സമയത്ത്, കുട്ടികളാവുമ്പോഴല്ല മുതിർന്നു കഴിഞ്ഞാലും ഒന്നുകിൽ സ്പോർട്സ് വേണം നമ്മുടെ കൂടെ, അല്ലെങ്കിൽ ആർട്ട് വേണം. ഇതെന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സ് സങ്കുചിതമായിരിക്കും. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് സങ്കുചിതം. ഡോക്ടറാണെങ്കിൽ പോലും. കാരണം ആ ഒരു മേഖലയിൽ നമുക്ക് മാത്രമാണ്, കലാകാരന്മാർക്കും അതുപോലെ തന്നെ സ്പോർട്സ് താരങ്ങൾക്ക് മാത്രമാണ് എന്താണ് സംഭവിക്കാൻ പോകുന്ന അടുത്ത നിമിഷം എന്നറിയാതെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം വരുന്നത്, അല്ലേ?
ഞാനൊരു മാജിക് പെർഫോം ചെയ്യുന്ന സമയത്ത് മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിയാതെ എനിക്ക് മാജിക്കിലേക്ക് കടന്നു പോകാൻ എത്രമാത്രം ആകാശത്തോളം എനിക്ക് മാജിക്കിൻ്റെ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഉയരാൻ സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ ഹൃദയം വിന്യസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ കോശങ്ങളെല്ലാം സചേതനമാകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ സ്പോർട്സ് വേണം, അല്ലെങ്കിൽ ആർട്ട് വേണം. നമ്മുടെ കുട്ടികളോട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാം, മാതാപിതാക്കൾ ചെയ്യേണ്ടത് കുട്ടികളെ ഒന്നുകിൽ സ്പോർട്സ് രംഗത്ത് അല്ലെങ്കിൽ കലാരംഗത്ത് നിർബന്ധമായിട്ടും അതിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന. നിങ്ങൾക്കുള്ള മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ആൻഡ് യുവർ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഹൂ ഈസ് ദി സെക്കൻഡ് ടു സച്ചിൻ ടെണ്ടുൽക്കർ ഇൻ റൺസ്? ചോദ്യം ഇതാണ്, റൺ വേട്ടയിൽ സച്ചിൻ ടെണ്ടുൽക്കറിന് പുറകിലുള്ളത് ആരാണ്? ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. റിക്കി പോണ്ടിങ്. Can you repeat it? റിക്കി പോണ്ടിങ്. Okay. ചോദ്യം കേട്ടതാണല്ലോ അല്ലേ? ചോദ്യം എന്തായിരുന്നു ഒന്ന് ആവർത്തിക്കാമോ? ഞാൻ ചോദിച്ച ചോദ്യം. സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം ഏറ്റവും കൂടുതൽ സച്ചിൻ ടെണ്ടുൽക്കറിലും തൊട്ടുപുറയിലായി ഏറ്റവും കൂടുതൽ റൺസ് ഉള്ള ആൾ ആരാണ്? യെസ്, റൺസ് ഉള്ള ആരാണ്? ഞാൻ ചോദ്യം വ്യക്തമായിട്ട് കേട്ടതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആൻഡ് ഇസ് ഹിയർ. വെരി അൺഫോർച്ചുനേറ്റ്. പ്രശ്നം ഇതാണ്, ഇപ്പം സംഭവിച്ചത്, നിങ്ങൾ 20 മാർക്ക് നേടിയിരുന്നു ആദ്യം അല്ലേ? അതിനകത്ത് 10 മാർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് 10 മാർക്കിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ കാര്യമാണ് പറയുന്നത്. ആൻഡ് ഹു ഇസ് ദാറ്റ്? അറിയാമോ? ആർക്കെങ്കിലും? കുമാർ സംഗക്കാര. പെർഫെക്റ്റ് ആൻസർ, വെരി ഗുഡ്. ഇനി നിങ്ങൾക്കുള്ള അവസാനത്തെ ക്വസ്റ്റ്യനാണ്, 4ാമത്തെ ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്ക് കടന്നു പോകാം. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, ഹൾക് ഹോഗൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്സ്? ഹൾക് ഹോഗൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ഫുട്ബോൾ. ഹൾക് ഹോഗൻ ഫുട്ബോൾ ഇനവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ടീം സിയുടെ ഉത്തരം അല്ലേ? ഓക്കെ, 10 സെക്കൻഡ് ഉണ്ടായിരുന്നു. ആ 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ പറഞ്ഞ ഉത്തരം ഇതാണ്, ഫുട്ബോൾ. ഫുട്ബോൾ. നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ആർക്കെങ്കിലും അറിയാമോ? വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റ്. വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷൻ അല്ലെങ്കിൽ റെസ്ലിംഗ് എന്ന് പറയുന്ന മേഖലയിലാണ് ഹൾക് ഹോഗൻ ഈ കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്നും സംഭവിച്ചില്ല ടീം സിക്ക്. നമ്മൾ 4 ചോദ്യങ്ങളുണ്ടായിരുന്നു, 2 മാർക്കിന് നമ്മൾ 20 മാർക്ക് നേടി. അതേസമയം 2 ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് 20 മാർക്ക് നഷ്ടമായി. സാരമില്ല, ഇനി ഒരുപാട് ചോദ്യങ്ങൾ കിടക്കുകയല്ലേ അല്ലേ? ഒരുപാട് ചോദ്യങ്ങൾ കിടക്കുകയല്ലേ. ഓക്കെ, ഇനി നമ്മൾ ചോദ്യം കടന്നു പോകുന്ന ഡിയിലേക്കാണ്. ടീം ഡി, MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടയം. നിങ്ങൾ എങ്ങനെയാണ് സ്പോർട്സ് രംഗത്ത്? കുഴപ്പമില്ല. കളിക്കാറുണ്ടോ? എന്ത് കളിയാണ് കൂടുതൽ ഇഷ്ടം സ്പോർട്സിൽ? ക്രിക്കറ്റ്. ഓക്കെ, അപ്പോൾ ക്രിക്കറ്റിനെ കുറിച്ച് മാത്രം ചോദിച്ചാലേ അറിയൂ എന്നുള്ളതാണോ, അതോ മറ്റു മേഖലയുമായിട്ട് ബന്ധമുണ്ടോ? മറ്റു മേഖലയെല്ലാം നോക്കാറുണ്ട് അല്ലേ? എല്ലാ മേഖലയിലും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട പത്രങ്ങളിൽ സ്പോർട്സിൻ്റെ പേജ് വായിക്കാറുണ്ടോ സ്ഥിരമായിട്ട്? ഉണ്ട്, വായിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും അറിയാൻ സാധിക്കണം എന്നാണ് പ്രാർത്ഥന അല്ലെങ്കിൽ ആഗ്രഹം. ഇതല്ലേ പറയാൻ ഉദ്ദേശിച്ചത്? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. ഓക്കെ, നെയിം ദി ഫസ്റ്റ് ഇന്ത്യൻ ബാറ്റ്സ്മാൻ ഇൻ എനി ഫോം ഓഫ് ക്രിക്കറ്റ് ടു ഹിറ്റ് 6. 6 പന്തിൽ 6 സിക്സ് നേടിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. യുവരാജ് സിംഗ്. ആൻസർ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഓക്കെ, സോ ആൻസർ ഒന്നുകൂടി ആവർത്തിക്കാം. യുവരാജ് സിംഗ്. ഓക്കെ, 6 പന്തിൽ 6 സിക്സ് നേടിയ ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ യുവരാജ് സിംഗ്. അതാണ് നിങ്ങളുടെ ഉത്തരം. ഓക്കെ,
നമുക്ക് നേരിട്ട് ആൻസർ ക്യൂവിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യമല്ലേ? ഓക്കെ, നോക്കാം. ആദ്യത്തെ ചോദ്യം, നമ്മൾ -10 മാർക്ക് എന്ന് പറയുമ്പോൾ കടമെടുക്കേണ്ടി വരും. നമ്മുടെ സ്കോർ ബോർഡിൽ നിന്ന് 10 മാർക്ക് കടമെടുക്കേണ്ടി വരും. 10 മാർക്ക് കുറയ്ക്കണ്ടേ എന്തായാലും? ഓക്കെ, അത് സാരമില്ല. ഇനിയും 3 ചോദ്യങ്ങളുണ്ട്. ഞാൻ അതിനു മുമ്പ് ചോദിക്കട്ടെ, ആൻഡ് ഹു ഈസ് ദാറ്റ്? രവി ശാസ്ത്രി. ഓൾ റൈറ്റ്, ആൻഡ് ദാറ്റ് ഈസ് രവി ശാസ്ത്രി. ഇനി മറക്കില്ലല്ലോ? മറക്കില്ല. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം, ടീം ഡിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് യുവർ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ ഓൺ സ്ക്രീൻ. പ്ലീസ് വാച്ച്. ബെയ്ചങ് ബൂട്ടിയ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്സ്? ബെയ്ചങ് ബൂട്ടിയ ഏത് കളിയുമായി ബന്ധപ്പെട്ട ആളാണ്? ഇതാണ് ചോദ്യം. സർ, ഫുട്ബോൾ. ആൻസർ ഫുട്ബോൾ. ഫുട്ബോൾ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് -10 മാർക്കായി അല്ലേ? നോക്കാം നോക്കാം. കൺഗ്രാജുലേഷൻസ്. ബെയ്ചങ് ബൂട്ടിയ ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ആൻഡ് ഹീസ് ദാറ്റ്. ഞാൻ എൻ്റെ ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്താണ് ഞാൻ ജനിച്ചത്. ഞാൻ എപ്പോഴും അഭിമാനത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, ഫുട്ബോളിൻ്റെ ഒരു പ്രദേശമാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിലുള്ള ആരാ ഉള്ളത്? ഇല്ല, ആരുമില്ല. മലപ്പുറം ജില്ലയിൽ എല്ലാവരും ഫുട്ബോൾ കളിക്കുന്നുള്ളതാണ് പ്രത്യേകത. ഫുട്ബോൾ ഈ ഒരു സീസൺ ആയിക്കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വെക്കേഷൻ ടൈം ആയിക്കഴിഞ്ഞാൽ, എല്ലാ പാടങ്ങളും എല്ലാ പ്രദേശങ്ങളും ഫുട്ബോൾ കളിയുടെ പ്രവാഹമാണ് അവിടെ. ആളുകൾ ആവേശത്തിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, കോഴിക്കോടുമൊക്കെ അതുപോലെ തന്നെയാണ്. പക്ഷേ മലപ്പുറം ജില്ലയ്ക്കുള്ളതുപോലെ ഒരു ഫുട്ബോളിനോട് അത്രമാത്രം ഒരു പ്രണയം എന്ന് പറയുന്നത് അത്രമാത്രം പ്രണയമാണ്. അതുകൊണ്ട് എല്ലാവരും പറയാറുണ്ട്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറഞ്ഞ ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കുട്ടിക്കാലം മുതൽ തോൽക്കാൻ വേണ്ടി പഠിക്കുന്നു എന്നുള്ളതാണ്. തോറ്റു കഴിഞ്ഞാൽ അപ്പം പറയും നമുക്ക് അടുത്തതിന് ജയിക്കാമെന്ന് പറയും. അതാണ് ആ ഒരു വിൽ പവർ. നമ്മൾ ജീവിതം എന്ന് പറയുന്നൊരു കളിയാണ് അല്ലേ? ഒരു പ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ അപ്പം നമ്മൾ തീരുമാനമെടുക്കേണ്ടതാണ് അടുത്തതിന് ജയിക്കാമെന്നുള്ളത്. ആ ഒരു വിൽ പവർ നമുക്കുണ്ടെങ്കിൽ ലൈഫിൽ നമ്മൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയോ നിരാശപ്പെടുകയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജയിക്കാൻ അവസരങ്ങളുണ്ടെന്നുള്ളൊരു ബോധമാണ് നമുക്ക് വേണ്ടത്. ചോദ്യം, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. നിങ്ങൾക്കുള്ള മൂന്നാമത്തെ ചോദ്യം സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. വാച്ച് ഹിയർ. ഹൂ ഈസ് ദി ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ഇൻ ODI? ചോദ്യം ആവർത്തിക്കുന്നു. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേട്ടം ആരുടെ പേരിലാണ്? ഇതാണ് ചോദ്യം. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. നഷ്ടപ്പെടാൻ മനസ്സില്ല അല്ലേ? നേടിയില്ലെങ്കിലും വേണ്ടി നഷ്ടപ്പെടാൻ മനസ്സില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് അവർ ആൻസർ പറയാത്തതിൻ്റെ പേരിൽ ഞാൻ പാസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. മുത്തയ്യ മുരളീധരൻ. ദാറ്റ് ഇസ് റൈറ്റ് ആൻസർ. മുത്തയ്യ മുരളീധരൻ, ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ. ഇനി ടീം ഡിക്കുള്ള ഏറ്റവും അവസാനത്തെ ചോദ്യം, നിങ്ങൾക്കുള്ള നാലാമത്തെ ചോദ്യം. ഓക്കെ, വളരെ കൂളായിട്ട് നിന്നോളൂ. ആൻഡ് യുവർ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ ഓൺ സ്ക്രീൻ. പ്ലീസ് വാച്ച്. Name of the female badminton player who was awarded the Padma Bhushan. Repeat. ഏത് വനിതാ ബാഡ്മിൻ്റൺ താരത്തെയാണ് പത്മഭൂഷൺ നൽകി ആദരിച്ചത്? ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. സർ, സൈന നെഹ്വാൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയണമെന്നായിരുന്നു. പറയരുത് എന്നല്ലായിരുന്നു പറഞ്ഞത്. കൃത്യമായിട്ട് ഉത്തരം പറയണം. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അല്ലേ? നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഓരോ ചോദ്യത്തിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? കറക്റ്റ് ഉത്തരം കിട്ടുമായിരുന്നു. ഓക്കെ, എനിവേ കൺഗ്രാജുലേഷൻസ്. സംഗീതമാണെങ്കിലും സിനിമയാണെങ്കിലും കേരളമാണെങ്കിലും ഇന്ത്യയാണെങ്കിലും ലോകമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും
അതീവമായിട്ട് പഠിക്കുന്ന ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കുട്ടികളാണ് എൻ്റെ മുമ്പിൽ എന്നോടൊപ്പം നിൽക്കുന്നത് എന്ന് പറയുവാൻ, ഈ രക്ഷിതാക്കളുടെ മുമ്പിൽ പറയുവാൻ അഭിമാനമുണ്ട് എനിക്ക്. ഇനി നമ്മൾ ജീവിതത്തിൽ എത്രമാത്രം ചോദ്യങ്ങൾ കേൾക്കാൻ പോകുന്നു, എത്രമാത്രം ടൈം സ്പാനിനുള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനിരിക്കുന്നു, അതാണ് ജീവിതം എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ യു ടീം എഫ്. റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിച്ച് ഫുട്ബോൾ പ്ലെയർ സ്കോർഡ് ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ? വൈറ്റ് ലൈറ്റ്നിങ് എന്ന് അറിയപ്പെടുന്ന ഫാസ്റ്റ് ബൗളർ ആരാണ്? റിയൽ നെയിം ഓഫ് മുഹമ്മദ് അലി. അയ്യോ, ഉത്തരം പറയാത്തതുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എനി ഗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി വിളിച്ച് പറയും. കേൾക്കണം, ഓരോരുത്തർക്ക് ഓരോ മേഖലയോടൊരു താല്പര്യമുണ്ടാവും. നമ്മൾ എല്ലാ മേഖലയിലും പ്രാവീണ്യം നേടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവണമെന്നില്ല. പറയുന്നത് ശരിയല്ല. ക്രിക്കറ്റ് കളി കണ്ടു കഴിഞ്ഞാൽ പോലും എനിക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. Come up. കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.